എല്ലാവർക്കും CL സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ബാലരമ എന്ന കഥാപുസ്തകത്തിലെ കഥകളായിരിക്കും. ബാലരമ നമുക്ക് പണ്ട് മുതൽക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥാപുസ്തകമാണ്. അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളായ മായാവിയുടെയും സൂത്രൻ്റെയും കഥകളായിരിക്കും ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുക. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മായാവി. അതാരാ? അമ്മോ, എത്ര മാലയാ! ഒരു സ്വർണ്ണക്കടം മൊത്തമുണ്ടല്ലോ. ഹലോ. ഹിഹി. ഇതെന്താ, ഒളിച്ചു കളിയോ? ഹിഹി. അയ്യടാ, മോതിരം. താങ്ക് യു. അമ്മോ, ഇതെന്താ? താങ്ക് യു പറഞ്ഞപ്പോൾ ഇടിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ആദ്യം മോതിരം തന്നു, പിന്നെ ഇടി. സോറി അമ്മൂമ്മേ, ഇതെൻ്റെ സ്വഭാവമാ. എൻ്റെ പേര് ക്രോങ്കണ്ണ. മരമോ തൂണോ ഒക്കെ കണ്ടാൽ ഞാൻ രണ്ട് സൈഡിലൂടെയും മാറി മാറി നോക്കും. വലത്തോട്ട് നോക്കുമ്പോൾ ദേഷ്യപ്പെട്ട്, ഇടത്തോട്ട് നോക്കുമ്പോൾ ചിരിച്ച്. ദേഷ്യപ്പെട്ട് നോക്കുന്ന നേരത്ത് എന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ ഇടിക്കും. അതോ ശരി. ഇങ്ങനെയാണെങ്കിൽ തനിക്കൊരു ജോലി തരാം. 2 പിള്ളേരെ ദേഷ്യപ്പെട്ടു നോക്കണം. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ക്രോങ്കണ്ണ ഇവിടെയും എത്തിയോ? ക്രോങ്കണ്ണ, വാ. ആ രാജുവും രാധയും വരുന്ന വഴി ഇവിടെ അടുത്താ. വൈകാതെ. ഈ മരത്തിന് പിന്നിൽ നീ അവരെ ഒന്ന് നോക്കണം. ഹിഹി. മറ്റേ സൈഡിലൂടെ നോക്ക് ക്രോങ്കണ്ണ. ഉടൻ. അത് മായാവിയുടെ വിദ്യയായിരുന്നു. അയ്യോ, എന്തോ കുഴപ്പമുണ്ട്. സ്ഥലം വിടാം. അത് ശരി, എന്നെ കുടുക്കിയിട്ട് മുങ്ങുകയാണോ? അഴിച്ചു വിടുക അമ്മൂമ്മേ. ഇനി അടുത്തായി നമുക്ക് നേരെ സൂത്രൻ്റെ കഥയിലേക്ക് പോവാം. സൂത്രൻ. നമ്മുടെ കാട്ടിലൊരു പുതിയ ജീവി വന്നിട്ടുണ്ട്. പുതിയ ജീവിയോ? എന്താ പേര്? പേര് ഓർമ്മയില്ല. സ്വന്തം പേര് ഓർമ്മയില്ലാത്ത ജീവിയോ? അവനല്ല, എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. ഇത്രയും പൊക്കം കാണും, ഇത്രയും തടിയും കാണും. കൊമ്പുണ്ടോ? കൊമ്പില്ല. കണ്ണും വായുമൊക്കെ ഉണ്ടോ? ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ദേ, അവൻ പിന്നെയും വരുന്നു. ഇപ്പോഴാ ഓർത്തത്, അവൻ്റെ പിന്നിലൊരു പുലി ഉണ്ടായിരുന്നു. പുലിയോ? എന്നിട്ട് അവൻ ഓടുകയാണോ? ഓടുകയൊന്നുമല്ല, നടക്കുകയാ. അവന് പേടിയില്ലേ? പേടിയോ? എന്തിന്? കൊള്ളാമല്ലോ, ഒരു പുലി പിന്നാലെ വന്നിട്ടും പേടിയില്ല. മിക്കവാറും ആ പുലി അവൻ്റെ അടിമയായിരിക്കും, അതാ പിന്നാലെ നടക്കുന്നത്. ഇതിപ്പോൾ ഞാനും തൻ്റെ പിന്നാലെയല്ലേ നടക്കുന്നത്? അത് പക്ഷേ അടിമത്തമല്ലല്ലോ. അടിമൊത്തം തനിക്കും കിട്ടാറുണ്ടല്ലോ. അടിമൊത്തം എന്നല്ലടാ, അടിമത്തം. അടിമയായി ജീവിക്കൽ. എന്നാലും ആ അടിമത്തപ്പുലി എന്തിനാ അവൻ്റെ പിന്നാലെ നടക്കുന്നത്? അവൻ പിന്നെയും കൂടെ ആരോ ഉണ്ടല്ലോ. ഇവനോ ഞാൻ പറഞ്ഞ പുള്ളി? ഇത് കഴുതപ്പുലിയാ? ഇത് തന്നെയാ പേര്, കഴുതപ്പുലി. ഞാൻ പറഞ്ഞില്ലേ പേരിൻ്റെ പിന്നിൽ ഒരു പുലിയുണ്ടെന്ന്.